വയനാട് പുനരധിവാസത്തിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. പിരിച്ച പണം എവിടെയെന്നാണ് ചോദ്യം. മരിച്ചവരെ പോലും പോക്കറ്റ് അടിച്ചില്ലേ എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നേർക്കുനേർ സംവാദത്തിനില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വികസന നേട്ടങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. പിന്നാലെ വീണ്ടും മുഖ്യമന്ത്രി നേരിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. മുഖ്യമന്ത്രി പറയുന്ന സമയത്തും സ്ഥലത്തും എത്താമെന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ മുഖ്യമന്ത്രി അത് പ്രതികരിച്ചതിന് പിന്നാലെ തന്നെ വളരെ പെട്ടെന്ന് ഫേസ്ബുക്കിലൂടെ അടുത്ത പോസ്റ്റ് പ്രതിപക്ഷ നേതാവിന്റെ വരികയാണ്. സമയം സ്ഥലം എവിടെയാണെന്ന് കുറിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോര് തുടരുമെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ സംവാദത്തിന് മുഖ്യമന്ത്രി ഇല്ല എന്ന് വ്യക്തമാക്കുകയല്ലേ? ഉറപ്പായും അത് തന്നെയാണ് സ്മൃതി. നേരിട്ടുള്ള സംവാദത്തിനില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പകരം ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ തുടരുന്ന സംവാദം അത് തുടരാം എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട് സ്മൃതി, വി ഡി സതീശനും അതുപോലെ തന്നെ തോമസ് ഐസക്കും തമ്മിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരസ്യ സംവാദം, അതുപോലെ നേരത്തെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അടുത്ത കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുമുണ്ട്. എന്നാൽ ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പരസ്യ സംവാദ വെല്ലുവിളി എന്നുള്ളത് അത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരു കൗതുകവും ഉണ്ടായതാണ്. ഇനിയിപ്പോൾ പരസ്യ സംവാദം എങ്ങാനും നേരിട്ട് നടക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് അതെന്തായാലും ഉണ്ടാകില്ല എന്ന കാര്യം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിൽ ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം പരസ്യ സംവാദത്തിന് ഇപ്പോഴും തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുമ്പോഴും അതങ്ങനെ വേണ്ടതില്ല, ഫേസ്ബുക്ക് വഴി മാത്രം മതി എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി മാറുകയാണ്. എന്തായാലും LDFും UDFും അവരുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി പല വിഷയങ്ങളും ഉയർത്തി കാണിക്കുമ്പോഴും ഒരു സംവാദത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് എന്തായാലും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു പരസ്യ സംവാദം രണ്ടുപേരും തമ്മിലുണ്ടാകില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പാവുകയുമാണ്. ശരി, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.